ഇതുവരെയുള്ള സീസണിലെ എപ്പിസോഡുകൾ കണ്ടോ, ലൈവ് കാണുന്നുണ്ടോ? ഞാൻ ലൈവ് കാണുന്നുണ്ട്, എപ്പിസോഡും കാണുന്നുണ്ട്. ഞാൻ ബിഗ് ബോസിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ. അപ്പം എങ്ങനെയുണ്ട് ഇതുവരെ സീസൺ 7? സോഫാർ എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ഏറ്റവും കണ്ടന്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള സീസൺ ഏതായിരുന്നു? അത് ഡെഫിനറ്റ്ലി ഞങ്ങളെ സീസൺ. സത്യം പറഞ്ഞ സീസണിൽ എന്ത് തേങ്ങ ഉണ്ടായിരുന്നത്. ഇത്രയും TRP കിട്ടിയിട്ടുള്ളതും ഇത്രത്തോളം എൻഗേജ്മെന്റ് നടന്നിട്ടുള്ളതും ഇത്രത്തോളം ഓഡിയൻസ് ഇൻവോൾവ് ആയിട്ടുള്ള സീസൺ ഞങ്ങളുടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് സീസൺ 4 ആണ് കുറച്ചും കൂടെ 100% ഞാൻ യോജിക്കുന്നു. ഇതിലിപ്പം എന്താ പറയാ, ആ ഒരാളെ പുറത്താക്കി അവര് കുറെ PR കൊടുത്തുന്നല്ലാതെ എനിക്ക് അതിലൊന്നും ഭയങ്കര വാവായിട്ട് തോന്നിയിട്ടില്ല. നിനക്കും പിന്നെ അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എന്റർടൈനിങ് ആയിട്ട് നോറ തന്നെ വിചാരിക്കുന്നത് നിങ്ങളുടെ സീസൺ? യെസ്, ഡെഫിനറ്റ്ലി. കുമാര തള്ളല്ല, സത്യമായിട്ടും പറയാ. എനിക്കറിയാൻ വയ്യാത്തോണ്ടൊരു കാര്യം ചോദിക്കുകയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ സീസൺ 6 ആകെ കണ്ടിട്ടുള്ളത് ഒരു വാഴത്തോട്ടത്തിലുള്ള ഒരു പ്രണയം, പിന്നെ നോറ അവിടെ ഇവിടെ ഇരുന്ന് കരയുന്ന. നിങ്ങൾക്ക് പുറമേ ഇരുന്നിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാന്നല്ലാതെ അവിടെ ഇരുന്ന് ഞങ്ങൾക്കറിയാം എത്രത്തോളം എന്റർടൈനിങ് ആയിരുന്നു ഞങ്ങളെ സീസൺ എന്നുള്ളത്. ചിരിക്കണം, എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. അല്ലാതെ നിങ്ങളുടെ എന്റർടൈനിങ് ആണെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ റിയ സലീം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ചർച്ചയിലുണ്ട്. ഞാൻ പറഞ്ഞ ചർച്ചയില്ലേ, നിലവാരമില്ല, നിലപാടില്ല, നാണില്ല, ഇതൊന്നും ചർച്ചയിലില്ലേ? അമ്മിക്കുഴവിടത്ര ഉള്ളെങ്കിലും ആള് ജഗച്ചില്ല. നഞ്ചന്തിരാ നാനാഴി, നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. പിന്നെ നിങ്ങളില്ലേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് പേളിമാണി മാത്രമാണ് കോണ്ടന്റ് മേക്കർ എന്ന് പേളിമാണി മാത്രമല്ല, ആളുകളെ നിർത്തി അവമാനിക്കുവാണെന്ന്. ഷോ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടല്ലോ. കംപ്ലീറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. ജനറലി നിങ്ങൾ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് ഗുഡ്. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഞാൻ എന്റെ ഒരു പോയിന്റ് പറഞ്ഞത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. ഒരു ഷോയിൽ ഒരു കണ്ടന്റ് ട്രാവൽ ചെയ്യുന്ന സമയമുണ്ട്. അത് ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും തേർഡ് സീസണിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? നിങ്ങളുടെ സീസണിൽ ആകെ ട്രാവൽ ചെയ്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഗാബ്രി ജാസ്മിന്റെ പ്രണയവും വാഴത്തോട്ട് ആരോപണവും മാത്രം ഫോക്കസ് ചെയ്തതിന് എനിക്കൊന്നും പറയാനില്ല. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ, ഞാനും വരുന്നു. ചുമ്മാ